രണ്ട് കുട്ടികൾ, മൂന്ന് പേര്, ഒരു അധ്യാപകൻ, രണ്ടുപേരും. ശിഖ, നിരഞ്ജന ഇന്ന് രാവിലെ HSS ആലത്തിയൂരിൽ നിന്ന് 3000 മീറ്ററിൽ ഗോൾഡ്. ശിഖ അല്ലെ, നിരഞ്ജന. ഓക്കെ, ശിഖയാണ് ഈ സ്പൈക്ക് ഇടാതെ വന്നത് അല്ലെ. ഓക്കെ, എങ്ങനെയുണ്ട് സാറേ ഇവരുടെ പ്രകടനം? ഹാപ്പിയാണ്. നമ്മൾ ഗോൾഡ് പ്രതീക്ഷിച്ചിരുന്നു. ഇവളെ നല്ല ബെറ്റർ ടൈം ചെയ്തൊരു സിൽവർ വന്നതിൽ സന്തോഷം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? നന്നായി ചെയ്യാൻ പറ്റി. മഴ അനുകൂലമായോ? ഇല്ല, നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹാപ്പിയാണ്. സ്കൂളിലൊക്കെ എന്ത് പറഞ്ഞു? കാത്തിരിക്കുകയാണ് അവരെല്ലാവരും. ശിഖ, എന്തുകൊണ്ടാണ് ഈ സ്പൈക്ക് വേണ്ട എന്ന് വെച്ചേ? സോറി, നിരഞ്ജന എന്താണ് പാറിപ്പോയി? എന്താണ്? അല്ല, ഇവക്ക് ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിരുന്നേ. കാരണം മഴ ആയതുകൊണ്ട് ഷൂ നനഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടെ ഇതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവള് ഷൂ വേണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? മത്സരം നന്നായിട്ട് തന്നെയായിരുന്നു. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇവളുടെ ഒരു കോമ്പറ്റീഷന് ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ മത്സരം കാണുമ്പോഴേ, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണല്ലോ നടക്കുന്നത്. കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നത് പോലെ വേറെ ആരും ഇല്ല, ഇവർ രണ്ടാളും മാത്രമാണ്. ഇവള് കുറച്ച് വലിയും, അപ്പൊ കയറ്റി കൊടുക്കണം. പിന്നെ കുറച്ചായുമ്പോ കരച്ചിലായി ഓള് എന്നെ കൊണ്ട് വയ്ക്കുന്നില്ലാണ്ട്. അങ്ങനെ അവളെ വലിച്ച് കയറ്റി കൊണ്ടുവന്നു. ഇനി മുന്നിൽ ഓടിക്കോ, എന്നെ കൊണ്ടാവുന്നില്ല, മുന്നിൽ നടന്നോ, ഞാൻ പുറകെ വന്നോളാന്നാണ്. അങ്ങനല്ല, കൂടെ വരും. കൂടെ കയറി കഴിയുമ്പോ ഞാൻ കേറുമ്പോ കുറച്ച് ഡൗൺ ആവും. അപ്പൊ ഓരോ സ്ഥലം എത്തുമ്പോ സെക്കൻഡ് റാക്കി കയറുക, എന്നിട്ട് ഇരുന്ന് കരയോ, ഞാൻ വലിയ ഞാൻ അങ്ങനെ ഓളെ കയറ്റി ഓളെ കൂടെ കൊണ്ടുപോകാൻ പറ്റി. നമ്മള് മാത്രം നടന്നാ പോരാ, ഒപ്പമുള്ള ആളെ കൂടെ കൂടെ കയറ്റി ചെയ്ത് നന്നായി എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയിൽ ദുൽഖർ സൽമാൻ പറയുന്നല്ലോ, പുറകെ നടക്കാനല്ല ഒപ്പം നടക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞതുപോലെയാണ്. ടൈം ഭയങ്കര ഇമ്പ്രൂവ് ആയി. ഇവിടെ ബെസ്റ്റ് ടൈം 16:15 ആയിരുന്നു. അപ്പൊ ഇവിടെ വന്ന് 15:44 അവള് നടന്നു. ആള് ഈ വർഷം 3 പ്രാവശ്യം അവളെ ടൈം അവള് ഇമ്പ്രൂവ് ആക്കി. അവള് ഫസ്റ്റ് ടൈം മീറ്റിൽ, സബ് ജില്ലാ മീറ്റിൽ നടന്നത് 17-ലാണ്. അത് കഴിഞ്ഞ് ജില്ലക്ക് വന്നപ്പോ 16-15 ചെയ്തു. സ്റ്റേറ്റിൽ വന്നപ്പോ 15:44 ചെയ്തു. ഇവളെ കൂടെ പിടിച്ചു. ഞാൻ അന്നെ പറഞ്ഞത് 1000 4:40 തീർക്കുക, ആ ഒരു ബേസിലാണ് അവർ പോയത്. അതുകൊണ്ടാണ് നല്ല പാലക്കാടിന് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു മെഡല് ബ്രൗൺസ് ആണ് നമ്മള് ടൈം പ്രതീക്ഷ. പക്ഷെ അവർ നന്നായിട്ട് അല്ല, ഇവൾക്ക് ഗോൾഡ് പ്രതീക്ഷിച്ചു. ഞാൻ അവള് പുതിയ കുട്ടി ആയതുകൊണ്ട് അവൾക്ക് മെഡലിന്റെ ഒരു ഭാരം കൊടുക്കണ്ടല്ലോ. അപ്പൊ ടൈം മാത്രമാണ് പറഞ്ഞത്. ഇത് ടൈം ഇമ്പ്രൂവ് ആയിട്ട് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇവളെ പിടിച്ചു പോകാൻ പറഞ്ഞു, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്തു. രണ്ടാളും ഈ മത്സരം കഴിഞ്ഞ് വന്നപ്പോൾ കോച്ചിന്റെ രണ്ട് വശത്ത് വരെ നിൽക്കുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ടോ. കാരണം ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, കോച്ചും ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണോ? കന്നി മെഡലാണോ? ഓ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. സബ് ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഹൈ ജമ്പിലൊക്കെ മത്സരിച്ചോണ്ടെന്നാ. പിന്നെ അതിൽ ഫ്യൂച്ചറില്ലാതായപ്പോ ഞാൻ എന്താക്കിയതാണ്, വാക്കിംഗ് മാറ്റിയതാണ്. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരുപാട് മുന്നോട്ട് പോട്ടെ കേട്ടോ. നാഷണൽ മീറ്റുകളിൽ ഒരുപാട് നമുക്ക് വലിയ റെക്കോർഡുകൾ, ഉയരങ്ങൾ കൊണ്ടുവരട്ടെ. ആലത്തിയൂർ സ്കൂളിന്റെ പ്രകടനം മികച്ചതാവട്ടെ. എല്ലാവിധ പിന്തുണയും നേരെയാണ്. നിങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒരു എനർജി വരുന്നത്. ഞങ്ങളൊന്നും ഇതിൽ ഒരു റൗണ്ട് നടന്നാൽ അപ്പോൾ ഇരിക്കുന്ന ആളുകളാണ്, അപ്പോഴാണ് 10 റൗണ്ട് കടന്ന് വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ആലത്തിയൂർ സ്കൂളിലെ ശിഖയും നിരഞ്ജനയും അവരുടെ കോച്ചുമാണ് വന്നത്. ഇനിയിപ്പോൾ